നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോൺ ആരെങ്കിലൊക്കെ ഇങ്ങനെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ വലിച്ചുകൊണ്ട് പോവുക. ചില ആളുകൾ മൊബൈൽ ഫോൺ ബൈക്കിലൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൈക്ക് ഹോൾഡറിൽ നിന്ന് വലിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ച് പെട്ടെന്ന് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന ആൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ലോക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഫോണിലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്, എല്ലാവരും ചെയ്തു വെക്കണം. കാരണം ഏത് സമയത്താണ് നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്നത് അറിയില്ല. അപ്പോൾ അത് ഏതാണ് സെറ്റിങ്സ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നിങ്ങളിവിടെ താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിലുണ്ടാവും ഇതുപോലെ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ. ഈ ഗൂഗിൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള ഓൾ സർവീസ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ പുതുതായിട്ട് വന്നൊരു ഫീച്ചർ കാണാം, തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഓപ്ഷൻ. നമ്മുടെ മൊബൈൽ ഫോൺ മോഷണം നടത്തി കഴിഞ്ഞാൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈൽ ഹോൾഡറിൽ നിന്നോ തട്ടിപ്പറിച്ച് കൊണ്ടുപോയാൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നിടയ്ക്ക് പെട്ടെന്ന് മൊബൈൽ അങ്ങ് ലോക്കാവും. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൊബൈൽ കൊണ്ടുപോയ ഒരാൾക്ക് വേണമെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും. പക്ഷേ മൊബൈൽ ലോക്കായി കഴിഞ്ഞാൽ മൊബൈൽ ഫോർമാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാനോ മറ്റ് സൗകര്യങ്ങൾക്കൊന്നും സാധിക്കില്ല. ഇവിടെ ആഡ് സ്ക്രീൻ ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യം നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ ലോക്ക് ഇല്ലാത്ത ഫോണാണെങ്കിൽ ഇവിടെ സ്ക്രീൻ ലോക്ക് ഇടാൻ പറയുന്നുണ്ട്. ഈ ഫോണിൽ ഞാൻ സ്ക്രീൻ ലോക്ക് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെ കാണിക്കും. നിങ്ങൾ സ്ക്രീൻ ലോക്ക് ഇട്ട ആളുകളാണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് നിങ്ങൾക്ക് കാണിക്കില്ല. ഇവിടെ താഴെ കാണുന്ന ഭാഗത്തേക്ക് വന്നാൽ തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതങ്ങ് എനേബിൾ ചെയ്ത് കൊടുത്ത് ഈ ഭാഗത്ത് ടേൺ ഓൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സൗകര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണ് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മോശം വർക്കിംഗ്, നമ്മുടെ ഫോണ് സാധാരണ നമ്മൾ നടന്നു പോകുന്ന പോലെയല്ല, ഒരു ഓടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു മോശം വർക്കിംഗ് ഉണ്ട്. അത് ചലിക്കുന്ന രീതി അത് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് തട്ടിപ്പറിച്ച് പോകുമ്പോൾ ഒരിക്കലും സാധാരണ നമ്മൾ കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കില്ല, വളരെ സ്പീഡിലും അതുപോലെ തന്നെ ഭയങ്കര ഷെയ്ക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്, ഗൂഗിൾ കൊണ്ടുവന്ന സെറ്റിങ്സ് ആണ്. നിങ്ങളുടെ ഫോണിലൊക്കെ ഇത് എനേബിൾ ചെയ്ത് വെക്കണം. എപ്പോഴാണ് ഇത് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ താഴെ കാണുന്ന ഭാഗത്ത് ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതും നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ നെറ്റ് ഓഫ് ചെയ്യുക. ചില ആളുകൾ മോഷണം നടത്തി കഴിഞ്ഞാൽ നെറ്റ് ആദ്യം ഓഫ് ചെയ്യും, റിംഗ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബ്ലൂടൂത്ത് ഓഫ് ചെയ്യും, അതുപോലെ മറ്റു എല്ലാ ഫീച്ചറുകളും ഫോണിൽ നിന്ന് ഓഫ് ചെയ്യും. അപ്പോൾ അത് ഓഫ് ചെയ്യുമ്പം നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കാകാൻ വേണ്ടി ആ ഒരു മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന ആൾ, മോശം നടത്തുന്ന ആൾ അത് ഓഫ് ചെയ്യുന്ന തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ്. അത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സൗകര്യം എല്ലാ ഫോണിലും കാണുന്നില്ല. ആൻഡ്രോയിഡ് 10 മുകളിലുള്ള ഫോണുകളിലാണ് കാണുന്നത്. ഇനി ഏതെങ്കിലും ഫോണിൽ ആൻഡ്രോയിഡ് 10 മുകളിലുള്ള ഫോണിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് ഗൂഗിളിൻ്റെ അപ്ഡേറ്റ് ആണ്, ഗൂഗിൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവരും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.